അങ്ങനെ പറഞ്ഞു നോമ്പിങ്ങെത്തി. ഇന്ന് റംലാൻ ഒന്നാണ്. ഇന്ന് നമ്മൾ കുഞ്ഞിപ്പത്തിലാട്ടോ ഉണ്ടാക്കുന്നത്. ഉമ്മ കുഞ്ഞിപ്പത്തിൽ പരത്തുന്ന പരിപാടിയിലാണ്. ഞാനിത് അടുപ്പത്തി കത്തിച്ച് ആദ്യം തന്നെ വെക്കുന്നത് ചീരോ കഞ്ഞിക്ക് വെള്ളം. നമ്മൾ നോമ്പിന് മാത്രാട്ടോ ഈ ചീരോ കഞ്ഞി വെക്കും. തെറാവി കഴിഞ്ഞ് വന്നാൽ ചീരോ കഞ്ഞിയും ഒരു പുയ്ക്ക് നിർബന്ധമാണ്. പുയ്ക്കായിട്ട് നമ്മൾ കായ് പുയ്ക്കാട്ടുള്ളത്. കായ് പുയ്ക്കിൽ പ്രോട്ടീൻ കുറവാണ്ടാണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെറുപയറും കൂടി. മക്കൾക്ക് 3 ആക്കും നോമ്പാണ്. ചെറിയ മോനെ കൊണ്ട് നോമ്പെടുപ്പിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചത്. പക്ഷേ ഒരു ഇന്നലെ രാത്രി ഉറങ്ങിയിക്കേയില്ല നോമ്പെടുക്കേണ്ട വിചാരം. സത്യം പറഞ്ഞാൽ ഒരു സ്കൂളിൽ പോയാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് നോമ്പെന്തായിക്കുന്നൊക്കെ അറിയിട്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും നോമ്പെടുത്തിക്കട്ടെ. അതുകൊണ്ട് ഇപ്രാവശ്യവും എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ. നല്ല ക്ഷീണം കേട്ടോ. നോമ്പൊന്നും മുറിച്ചിക്കില്ല. വരുമ്പോൾ ഐസ്ക്രീം ഒക്കെ വാങ്ങി നോമ്പ് ഓർക്കുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നു. സമയം കൊണ്ട് നമ്മളെ കഞ്ഞിൻ്റെ ഒരു നല്ലോണം വെന്തുക്കട്ടെ. അതിൽ കുറച്ച് തേങ്ങയും നല്ല ജീരകവും ചെറിയുള്ളിയും കുറച്ച് ഉപ്പിട്ട് പതിപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ആ അടുപ്പത്തിൽ കുഞ്ഞിപ്പത്തിൽ വേവിക്കാൻ മൂടിച്ചേമിൽ വെള്ളവും വെക്കുന്നുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങാൻ ഗ്യാസുമ്മലും വെച്ചിട്ടുണ്ട്. ചിക്കൻ കറീൻ്റെ പരിപാടി ഇതാ ഉമ്മ നോക്കിക്കോ. ചിക്കൻ കറി കുക്കറിൽ വെക്കേണ്ട ഉടനെ ഞാൻ കായും ചെറുപയറും ഒരു കുടുക്കയിലേക്ക് മാറ്റി അതിലും തേങ്ങയും ജീരകവും ചെറിയുള്ളിയൊക്കെ അരച്ച് ചേർത്ത് അനിയത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് അവൾ മൈദ ബാറ്ററൊക്കെ തയ്യാറാക്കുന്നുണ്ട്. മുട്ട തോല് ഒളിക്കേണ്ട പണിയൊക്കെ മോനിക്കും കൊടുത്തു. ഓരോന്ന് ഉഷാർ. സംഭവം ആൾക്ക് നല്ല ക്ഷീണം ഉണ്ടാ. കുറച്ച് കിടക്കുകയൊക്കെ ചെയ്ത് പിന്നെ എണീച്ച് വന്നതാണ്. അപ്പൊ മുട്ട ഇത് അടുപ്പത്ത് നിന്ന് പൊരിയുന്നുണ്ട്. മുട്ടയൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് പയനൊരു വെറൈറ്റി രീതിയിലാട്ടോ നമ്മൾ പയനറക്കുന്നത്. ഇത് നമ്മളൊരു നൈബറിന്റെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി. സാധാരണ പയനറക്കുന്ന പോലെ തന്നെ, പക്ഷേ ഈ തേങ്ങാപ്പണ്ടത്തിൽ നമ്മൾ കടലപ്പരിപ്പ് വേവിച്ചും കൂടി എക്സ്ട്രാ ഒന്ന് അരച്ച് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പണ്ടൊക്കെ റെഡിയായി. പഴ ഇതാ നടുകീറി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഫില്ല് ചെയ്തിട്ട് മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കിയാൽ നമ്മളെ പയനറച്ചതും. കുഞ്ഞിപ്പത്തിൽ തേങ്ങയൊക്കെ അരച്ച് വെച്ച് ചിക്കനൊക്കെ ഇട്ട് ഇതാ കുഞ്ഞിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി റെഡിയായി. ഇതാ പഴനറച്ചതും ഇവിടുന്ന് റെഡിയാണ്. മക്കൾക്ക് നോമ്പായോണ്ട് തന്നെ 2 ടൈപ്പ് വെള്ളാട്ടം ഉള്ളത്. ഒന്ന് മുസമ്പി ജ്യൂസും ഒന്ന് വത്തക്ക വെള്ളം കലക്കിയത്. മീഷോന്ന് വാങ്ങിയത് നല്ല ഹെൽപ്ഫുൾ ആട്ടാ. ഇല്ലെങ്കിൽ കണ്ട പാട്ടയിലും പാത്രത്തിലും ഒക്കെ വെള്ളം വെക്കേണ്ടി വന്നേക്കുമ്പോഴത്തേക്കുള്ള ജ്യൂസും സ്നാക്സും ഒക്കെ അതിലേക്കുള്ള ചോറ് വേണ്ടിയിട്ടുള്ള അരിക്ക് വെള്ളം കൂടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇതാണ് റംലാൻ 1 വിശേഷങ്ങൾ. ബായ്.